എന്തായാലും കോളനിക്കാരും സുലോചനയും ശരിക്കും കുഴി ചാടിയിരിക്കുക. ഓണക്കാലമായിട്ട് പെണ്ണുങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതായിട്ടുണ്ട് അല്ലേ? അഹങ്കാരം. ഓണാഘോഷത്തിന് സുലോചന സത്യം കോളനിയിലെ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് ചില പടയൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചായ പരിപാടി വാങ്ങില്ല? പരിപാടിയുണ്ട്. പിന്നെ ചാക്കോ സാറ് പറഞ്ഞത് എല്ലാവരും കൂടെ സംയുക്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്നാ. എന്തോന്ന് സംയുക്തം? അവര് പെണ്ണുങ്ങൾ ഒരു വഴിക്ക് പ്രകടനം നടത്തിട്ട് നമ്മൾ ആണുങ്ങൾ വേറൊരു വഴിക്ക് നടത്തും. നടത്തുന്നൊക്കെ കൊള്ളാം, അവസാനം ഒരു വഴിക്കാവരുത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോളനിയിലെ കലയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേരുണ്ട്? ഏത് കല? ആർട്ട്, കലാവാസന. ഓ, കലാവാസന. അങ്ങനെ എത്ര പേരുണ്ട്? കണക്കെടുത്ത് നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ആണുങ്ങളാ. അതെ, ഓണത്തിന് നമുക്കൊരു നാടകം എടുത്താലോ? ഓണത്തിന് ഇപ്പൊ നമ്മളൊരു നാടകം എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു നാടകം തട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. നിങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഞാനൊരു കഥ പറയാം. നാടകമായിട്ട് എഴുതി വെച്ചിരിക്കുക. നീ നാടകം എഴുതുമോ? ചെറുതായിട്ടൊക്കെ എഴുതും. ചെറുതായിട്ട് എഴുതിയാൽ വായിക്കാൻ പറ്റത്തില്ല. സ്വല്പം വലുതായിട്ട് എഴുതിയ നാടകം വല്ല ഒരുപ്പുണ്ടോ കയ്യില്? ഉണ്ട് ചേട്ടാ. എങ്കിൽ പിന്നെ നീ കഥ പറ. അതായത് കർട്ടൻ പൊങ്ങുമ്പോൾ രംഗത്താരുമില്ല. പിന്നെന്തിനാ ബുദ്ധിമുട്ടി കർട്ടൻ പോകുന്ന രംഗത്താരും? ചുമ്മാ അവൻ പറയട്ടെന്ന്. സത്യഭാമ തമ്പുരാട്ടിയുടെ വീടാണ് രംഗം. ഓക്കെ. ചാക്കോ സാറേ, ആ പെണ്ണാണെന്ന് തോന്നുന്നു, സുലോചന. നോക്കിട്ട് വരാം. കൊലപ്പുള്ളി ശാന്തയാണോ? ബാബാ. ചാക്കോ സാറില്ലേ? അങ്ങനെ എന്തോ അത്യാവശ്യം നാട്ടിലോട്ട് പോയിരിക്കുക. നാളെ വരത്തുള്ളൂ. പിന്നെ എന്തൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ? ഇത്തവണ ഞങ്ങളൊരു കിടില നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ, എനിക്കും കൂടി ഒരു വേഷം തരുമോ? ഒരിക്കലും ഇല്ല, അസാധ്യം, നടക്കില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേഷമൊന്നും ഇതിനകത്തില്ല. ഞങ്ങള് പ്രഗത്ഭരായ അഭിനേതാക്കളായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. തൽക്കാലം പുറത്തുനിന്ന് ആരെ ഞങ്ങൾ ഇതിനകത്ത്. അതെ അതെ. അല്ല, എന്റെ നാടകത്തിൽ പെണ്ണുങ്ങളുണ്ട് ചേച്ചി. ഈ നാടകത്തിൽ പെണ്ണുങ്ങൾ വേണ്ട. നീ ആണുങ്ങൾ മാത്രമുള്ള ഒരു നാടകത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി കേട്ടോ. ചേട്ടാ, പെണ്ണുങ്ങളും കൂടെ വേണം, എന്നാലേ നാടകം കൊഴുക്കും. ഞങ്ങൾക്ക് അത്രയും കൊഴുപ്പ് വേണ്ട കേട്ടാ. ഓണാഘോഷ പരിപാടികൾ മുഴുവൻ ആണുങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്താനാണ് ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തീരുമാനം. നിങ്ങൾക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വനിതകളെല്ലാം കൂടെ നാടകം നടത്തുന്നത് അങ്ങോട്ട് പോയി അഭിനയിക്ക്. പിന്നെ അവിടെ ചെല്ലുമ്പോ പറഞ്ഞുതരാം ഞങ്ങൾ ആണുങ്ങളെടുത്ത് മുട്ടാൻ നിൽക്കല്ലേന്ന് കേട്ടാ. സൗമ്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ഈ കോളനിയുടെ ഓണാഘോഷ പരിപാടിയുടെ മുഖ്യ ആകർഷണം ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പരിപാടികളായിരിക്കും. വേഷം ഇല്ല കേട്ടാ. ചുമ്മാ ചെല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടെ. നിങ്ങൾ ഈ വരാ, രണ്ടുപേരും കൂടെ വരുന്നു. നിങ്ങൾ പോ. ഇത് ഞാൻ വല്ലോ പെണ്ണുമ്പളെ നിങ്ങൾ വല്ല വാക്കിന് പോ. ഇയാൾ എന്ത് തുടർന്ന് തുള്ളുന്ന നിങ്ങള്? അതായത് സത്യഭാമ തമ്പുരാട്ടിയുടെ സത്യഭാമ. അതിന് സത്യഭാമ പെണ്ണല്ലേ? സത്യഭാമ മരിച്ചു. എന്തോടെ വായി അതെ. പിന്നെ ഞാന് കർട്ടൻ ഉയരുമ്പോൾ സത്യഭാമ ഇല്ല, സത്യഭാമയുടെ അച്ഛൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഒരു കർട്ടൻ ഒന്നുകൂടെ പൊക്കാം. കർട്ടൻ പൊക്കുമ്പോൾ രംഗത്ത് ആരും. അതാ നല്ലത്, നാടകം കളിക്കണ്ട. വാ, ആ സമയം കൊണ്ട് പരിപ്പാട തിന്നെ. എന്നാ പിന്നെ കർട്ടന് വാടക കൊടുക്കുന്ന എന്തിനു വെറുതെ? നല്ലൊരു പരിപാടി തന്നെ. അല്ല പിന്നെ ഇങ്ങനെ ചവിട്ടിക്കോ. ഇത്തവണത്തെ ഓണാഘോഷത്തിന് കടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. മത്സരോ? അതെ, മത്സരം. ഓണാഘോഷം ഇന്നലെ വരെ ഈ കോളനിയിലുള്ളവർ സംയുക്തമായല്ലേ നടത്തിയിരുന്നത്. അതെ, ഈ കൊല്ലം അങ്ങനെയൊക്കെ തന്നെയാ നടത്താൻ പോകുന്നത്. എന്നാ തെറ്റി. ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആണുങ്ങൾ ഈയിടെയായിട്ട് ഇച്ചിരി ആളാവുന്നുണ്ട്. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് മത്സരിക്കാനാണ് ഭാവമെങ്കിൽ അതൊന്നും അറിയണമല്ലോ. അറിയാനൊന്നുമില്ല സുലോചനെ. അവരുടെ ക്ലബിൽ പോയിട്ട് വന്ന കൊലപ്പുള്ളി തങ്ക ഞാൻ കണ്ടു. അവരേതോ ലോകപ്രശസ്ത നാടകത്തിന്റെ നാടകം അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവതരിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ പെണ്ണുങ്ങളെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചോണ്ട് ബാലപ്പന്റെ ഒരു പ്രസംഗം. അവിടെ നിന്ന് വിയർത്തുപോയി. അവനിച്ചിരി വിളച്ചിൽ കൂടുതലാ. അന്ന് വസ്ത്രമേള നടക്കുന്ന ഹാളിൽ കയറി അലിമ്പുണ്ടാക്കിയപ്പോഴേ ഞാൻ അവനെ നോട്ടേട്ടിരുന്നതാ. കുടിയൻ.
അവള് പറയാത്ത എന്താ? മത്സരിക്കാനാണെങ്കിൽ നമ്മളും തയ്യാറാണെന്ന്. അവരെന്ത് നാടകം എടുക്കാൻ പോകുന്നേ? പുരുഷാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടകം. അങ്ങനെയാണെങ്കിലേ സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് നമുക്ക് ഒരു ഗംഭീര നാടകം എടുക്കണം. എന്താ സുലു? യാ, ഓഫ് കോഴ്സ്. പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു നാടകം. നമുക്ക് നാളെ തന്നെ റിഹേഴ്സൽ തുടങ്ങാം. പക്ഷെ അതിന് നാടകം കിട്ടണ്ടേ? നാടകത്തെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, അത് ഞാൻ എഴുതും. നിങ്ങൾക്ക് എത്ര നാടകങ്ങൾ വേണം? ഞാനങ്ങ് ചെറുപ്പറന്നങ്ങ് എഴുതില്ലേ? ഒരൊറ്റ നാടകം മതി. പക്ഷേ അതുണ്ടല്ലോ, ആണുങ്ങളുടെ നാടകത്തിനെ കടത്തി വെട്ടണം. നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല. ശ്ശെ. ഒരു വാശിക്ക് പെട്ടെന്ന് അങ്ങ് കയറി പറയണ്ടായിരുന്നു. ഏതായാലും പറഞ്ഞു പോയ സ്ഥിതിക്ക് നാടകം അവതരിപ്പിച്ചേ പറ്റൂ. സമയമില്ല. മാത്രമല്ല നാടകം റെഡി ആയിട്ടില്ല. നാടകം റെഡിയാണ്. നാടകം റെഡി. പക്ഷെ അതിന് നാടകം റെഡി അല്ലല്ലോ. നാടകത്തിനുള്ള സ്ക്രിപ്റ്റ് ഇല്ലാതെ നാടകം കളിക്കാൻ പറ്റുമോ? ദേ, ആ ലേഡീസ് നാടക റിഹേഴ്സൽ തുടങ്ങി. തിരുവോണം, അവിട്ടൻ, ചതയം. ചതയത്തിനാണ് നമ്മൾ നാടകം കളിക്കേണ്ടത്. ചതയത്തിൻ്റെ അന്ന് നമ്മൾ നാടകം കളിച്ചില്ലെങ്കിലേ നമ്മൾ ചതയും. നാടകം റെഡി. കിട്ടിയാ? കിട്ടിയെന്ന്. ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കട്ടെ. ദാ. ഇതിനകത്ത് പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. ഒരൊറ്റ ഒരെണ്ണമില്ല. കഥ വേണമെങ്കിൽ ആശാൻ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പെട്ടെന്ന് പറ. അതായത് ഒരച്ഛനും ഒരു മകനും. ഓക്കെ. മകൻ SI ആവണമെന്നായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരച്ഛൻ ഒരു മകൻ. ഓക്കെ. ഡയറക്റ്റ് ചെയ്യുന്ന ഞാനാണ്. ആയിക്കോട്ടെ. അപ്പൊ എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും വ്യക്തമായ ഒരു ചിത്രം എനിക്ക് വേണം. അതുണ്ടാവും. അച്ഛനും മകനും. ഓക്കെ, പറഞ്ഞോ. ഈ മകനെ അച്ഛൻ വളർത്തി SI ആക്കുന്നു. ഒരച്ഛന്റെ ന്യായമായ ആഗ്രഹം. കോൺസ്റ്റബിളായ അച്ഛന്റെ ന്യായമായ ആഗ്രഹം. ഓക്കെ. അപ്പോഴാണ് വിധി വിളയാടി. എവിടാടി? വിധി വിളയാടിയത്. മകൻ ഒരു ഗുണ്ടയെ കൊന്ന് കൃഷ്ണപുരത്തെ ദാദിയായി മാറുന്നു. അതോടുകൂടി അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നു. അപ്പോ ഈ മകന്റെ മുമ്പിൽ അച്ഛൻ സല്യൂട്ട് അടിക്കുന്നു. അതെ. അവന്റെ കാമുകയെ വേറെ കല്യാണം കഴിപ്പിച്ചയക്കുന്നു അല്ലേ? ഈ മകന്റെ പേര് സേതു എന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിൽ കണ്ട പേര്. ഇതിന്റെ റൈറ്റ് എവിടെ നീട്ടി എനക്ക്? റൈറ്റോ? എടാ, ഇത് കിരീടത്തിന്റെ കഥയാടാ. ചേട്ടാ, ഞാൻ എഴുതിയ കഥക്ക് എന്തിനു റൈറ്റ് കൊടുക്കണം? അതാണ് പറഞ്ഞത് കിരീടത്തിലെ കഥയാണെന്ന്. ഇതാണ് മലയാള സിനിമയുടെ കുഴപ്പം. ബുദ്ധിയുള്ളവർ എന്തെങ്കിലും ഒരു കഥ എഴുതും, അത് അപ്പോഴാരെങ്കിലും ഒരു കഥ കൊണ്ടുവന്നിരിക്കുന്നവൻ മോട്ടിച്ച കഥയായിട്ട് വന്നിരിക്കുന്നു. എടാ, ഇനിയിപ്പോ നാടകത്തിന് എന്തോ എന്റെ ഒരു കഥയുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ നാടകമാക്കിക്കോ. അതായത് മൊട്ടക്കുന്നുകളെ വളയം പോലെ ചുറ്റി പോകുന്ന വഴികൾ, അരിഞ്ഞാണം പോലത്തെ വഴികൾ, തണുത്ത പ്രഭാതം, ഒരു റെയിൽവേ സ്റ്റേഷൻ മഞ്ഞു മൂടി കിടക്കുകയാണ്. ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു. നമ്മുടെ നാടകം തുടങ്ങുന്ന എങ്ങനെയാണ്? ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു. അതിനകത്തുനിന്ന് കളറ് കൊടയായിട്ട് ചെറിയ പ്രാന്തുള്ള ഒരു പെണ്ണ് കിലുകിലാന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ജോജി എന്നൊരു കഥാപാത്രമുണ്ട്. ജോജി എന്നുള്ള നമുക്ക് ദിവാരെന്ന് വല്ലതും ആക്കാം. കിലുക്കത്തിന്റെ കഥയാടാ. നാടകം ഉണ്ടാക്കാൻ നടക്കും. പിന്നെ ഇതൊന്നും വേണ്ട, നാടകം നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടെഴുതിക്കാം. സുലോചന വേറെ ഏതോ ഇടിവെട്ട് നാടകം അവതരിപ്പിക്കുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. സുലോചന ഇടിവെട്ട് നാടകം നടത്തിയാൽ നമ്മളൊരു വെടിക്കെട്ട് നാടകം നടത്തും. ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കർക്കിടക മാസത്തെ വെളുത്തവാവിൽ ഞാൻ വരും. കർക്കിടക മാസത്തെ വെളുത്തവാവിൽ ഞാൻ വരും.
അവസാനം ലാലിയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമ്പോൾ ലാലി, ഞാൻ വരും എന്റെ കൂട്ടുകാരെ കാണാൻ എല്ലാ കർക്കിടക മാസത്തിലും. ഭാമ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ലാലി, എല്ലാ കർക്കിടക മാസത്തെ വെളുത്ത വാവിലും ഞാൻ വരും. കർട്ടൻ. കർട്ടൻ വീണു അല്ലേ? ഇപ്പൊ തീർന്നതേ ഉള്ളൂ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. മാഡം എഴുത്തിലായിരുന്നു. എഴുത്തില്ലോ? ആ, എഴുതുമായിരുന്നു. എന്താണെന്നറിയില്ല, എഴുതുമ്പോ ഈ ഭൂമി തന്നെ ഉടഞ്ഞു പോയാലും ഞാൻ അറിയില്ല. നാടകം എഴുതി തീർന്നു അല്ലേ? തീർന്നു. പക്ഷേ റിഹേഴ്സൽ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങണം. നമ്മള് റിഹേഴ്സൽ തുടങ്ങിയെന്നാണല്ലോ പുറത്തെല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. വേണം, അതങ്ങനെ തന്നെ വേണം. ദേ, ഇത് കഴിക്കേ. എന്നത്? നല്ല പൊരിച്ച കോഴി പൊറോട്ടെ. You mean chicken? You know I love chicken. പിന്നെ ഹീറോയിൻ എന്നെ തന്നെ ആക്കണം. ഓ, sure sure. അതിനാണല്ലോ ഞാൻ വിളിച്ചു വരുത്തിയത്. ഓക്കേ മാഡം, എനിക്ക് നാടകം എന്ന് വെച്ച ജീവനാ. ഇതിൽ എനിക്കൊരു കേന്ദ്ര കഥാപാത്രത്തെ കിട്ടാന്ന് വെച്ചാ തകർക്കും ഞാൻ. എന്ത്, സ്റ്റേജോ? അല്ല, അഭിനയിച്ച് തകർക്കുന്ന. ഓ, ശരിക്കും പറഞ്ഞ ഈ നാടകം ചാനലുകളിലൂടെ വരെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു. അത് ഞാൻ അറിഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ നാടകം 4 പേര് TV കണ്ട ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും നോക്കിക്കോ, കൈവിട്ടു പോവില്ലേ? അതിനനുസരിച്ചല്ലേ ഓരോ ക്യാരക്ടറും ഞാൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അറിയാം, എനിക്ക് കുറച്ച് കൂടുതൽ രംഗങ്ങളിൽ വരണം, അത്രേ ഉള്ളൂ. ബൈ ദ ബൈ, ആ എസ്ഐയുടെ ഭാര്യ ഉഷ എങ്ങനെ? അവരെ മറ്റൊരു കേന്ദ്ര കഥാപാത്രം സേഫായി ഏൽപ്പിക്കാൻ പറ്റുമോ? ആര്? ഉഷയോ? ആ, മാഡം, 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 ആ ഉഷയ്ക്ക് അത്ര വലിയ അഭിനയശേഷമൊന്നും ഇല്ല. പിന്നെ വല്ല വേലക്കാരിയോ പിച്ചക്കാരിയോ അങ്ങനെ വല്ല വേഷം കൊടുത്ത ഒരുവിധം ഒപ്പിക്കും. ഏതായാലും നമുക്ക് റിഹേഴ്സൽ ഇന്ന് തന്നെ തുടങ്ങാം. നേരത്തെ എത്തണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം, ഈ നാടകത്തിന്റെ കഥ ആരോടും പറയാൻ നിൽക്കണ്ട. ആ രവിചന്ദ്രൻ എങ്ങാനും പറഞ്ഞാ അവനത് അടിച്ചു മാറ്റാൻ നിൽക്കും. കഴിച്ചു തീർന്നെങ്കിൽ ഈ പാത്രം ഇവിടെ വെച്ചാ മതി. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ. പൂവിളി പൊന്നോണമായി. അയ്യോ എന്റെ അമ്മേ, ഇവിടെ ഒളിക്കാം. എന്നെ അവിടെ കാണണ്ട. ഇവളെന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്? സുരനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. അവസാനം ലാലിയെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്നു. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, വാ. അമ്മേ, ഞാൻ വരും എന്റെ കൂട്ടുകാരെ കാണാൻ എല്ലാ കർക്കിടക മാസത്തിലും. ഓക്കെ, ശരി അമ്മേ. ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കർക്കിടക മാസത്തെ വെളുത്ത വാവിന് ഞാൻ വരും. കർട്ടൻ. കുറച്ച് ഫ്രൂട്ട്സാ. സുലുവിനെ കാണാൻ ഇറങ്ങിയപ്പോ വെറും കൈയോടെ കയറി വരാൻ മനസ്സ് അനുവദിച്ചില്ല. അതെ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയവള് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ നാടകക്കാരി അവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവക്ക് നല്ലൊരു വേഷം നമ്മുടെ നാടകത്തിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അവക്കേ അഭിനയിക്കാനൊന്നും അറിയില്ല. കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ ക്ലബിൽ കായംകുളം ചേതനയുടെ കറുത്ത രാത്രികൾ എന്ന നാടകത്തിൽ അവൾ അഭിനയിച്ചിരുന്നു. അവക്കാ ഏറ്റവും കൂടുതൽ ചെരുപ്പേറ് കിട്ടിയത്. പിന്നെ അവൾ ആ ചെരുപ്പെല്ലാം കൂടെ കൂട്ടി വെച്ച് ചെരുപ്പ് കട തുടങ്ങി നാ പറഞ്ഞു കേൾക്കുന്നത്. അയ്യോ,
അവള് കൊണ്ടുവന്ന് ചിക്കൻ മേടിച്ച് കഴിക്കുകയും ചെയ്തു. എന്താ? ഒന്നുമില്ല, ഞാൻ കേന്ദ്ര കഥാപാത്രം അവളെ കൊണ്ട് ചെയ്യിക്കാന്ന് ഏറ്റുപോയി. സുലു, ഈ ഓണത്തിന് മുമ്പത്തെ പോലെയല്ല. മത്സരം കോളനിയിലെ ആണുങ്ങളുമായിട്ടാ. അതെ. അഭിനയിക്കാൻ കഴിവുള്ളവരെ ആരെങ്കിലും ഒക്കെ സെലക്ട് ചെയ്താ പോരെ? അതൊക്കെ അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരാള് ഞാനാ. പിന്നെ നമ്മുടെ മായ അത്ര കുഴപ്പമില്ല. പൊന്നമ്മയ്ക്ക് ആക്ടിംഗ് ഒന്നും തീരെ വശമില്ല. ചുമ്മാ വെളുത്തിരിക്കുന്നതേ ഉള്ളൂ. മുത്തും പേസ്റ്റ് ആണല്ലേ. ലോറിയിലല്ലേ പാൻ കേക്ക് കൊണ്ടുവരുന്നത്. അന്നാമ്മ ചേട്ടത്തി ആണെങ്കിൽ ഒരു വിധമൊക്കെ ഒപ്പിക്കും. തട്ടിമുട്ടിയൊക്കെ പോവാം. ഇത്തവണ നമുക്ക് കലക്കണം. ആണുങ്ങളെ തോൽപ്പിക്കണം. ഇത്തവണ ഇവിടുത്തെ മത്സര പരിപാടികളെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലാണല്ലോ. ആ സുലു ആപ്പിള് കഴിച്ചില്ലല്ലോ. ഞാൻ വാഷ് ചെയ്തിട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിച്ചോളൂ. കാശ്മീരി ആപ്പിളാ, കഴിച്ചോളൂ. ടേസ്റ്റ് ഇല്ലേ? കഴിച്ചോളൂ. ഗ്രേപ്സ് ഉണ്ടേ. ഹലോ ഹലോ ഉഷ, ഞാനാ പൊന്നമ്മ. ആ മനസ്സിലായി. എന്താ? നീ എവിടെ നിൽക്കുന്നു? ഞാനിവിടെ സുലു അല്ല, സൂപ്പർ മാർക്കറ്റില് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നീ എവിടെ നിൽക്കുന്നു പറഞ്ഞത്? ഞാൻ ബോംബെ ബ്യൂട്ടി പാർലറിലുണ്ട്. മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ വന്നതാ. നീ ഉടനെ ഇങ്ങോട്ട് വരണം. ഓക്കെ, ഞാൻ എത്താം. ഓക്കേടാ കുട്ടാ. Okay, bye. അവിടെ തന്നെ നിൽക്കാം. ശരി, okay, ഓക്കെ okay. ബൈ ഉമ്മ. ഓക്കെ ബൈ. ഉഷ ആരായിരുന്നു? അയ്യോ, എന്റെ ഒരു ഫ്രണ്ട് ആണെന്നേ. അവളെ കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരും. ആര് കാലോടിച്ച് കൂട്ടി വരൂ? അങ്ങനെ തന്നെ അവള്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വേഗം വരാമേ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്റെ ക്യാരക്ടറിന്റെ കാര്യം. വേഗം കഴിക്കൂ. ബൈ. ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയാലുള്ള ഭാഗ്യേ. ആപ്പിൾ, ചിക്കൻ. ഓ, ഹായ് സുലു. കാഷ്യൂ നട്ട്സാ, ഫസ്റ്റ് ക്വാളിറ്റിയാ. താങ്ക് യു. അതെ, ഉഷ ഇപ്പൊ അങ്ങോട്ട് പോയായിരുന്നല്ലോ, കണ്ടില്ലേ? ഇല്ല. കാലൊടിഞ്ഞ് കൂട്ടുകാരി ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയതാ. കൂട്ടുകാരിനെ കള്ളം പറഞ്ഞതാ. കാലൊടിഞ്ഞു കിടക്കുന്ന അവൾ തള്ളയാ. അമ്മയെ കൂട്ടുകാരി എന്ന് പറഞ്ഞ പെരും കള്ളി. തുറന്ന കള്ളെ പറയൂ. ഇതേ കള്ളം അവളെ എല്ലാത്തിനും കാണിക്കുന്നേ. പണ്ടൊരു നാടകം കളിക്കാൻ വിളിച്ചു. അവള് വന്നു. റിഹേഴ്സലും തുടങ്ങി. പെർഫോമൻസിന്റെ തലേ ദിവസം അവൾ ഒളിച്ചോടി. കൂടെ ആ എസ് ഐ രാജേഷ് കന്യമായി. അതുകൊണ്ട് അവളെ വിശ്വസിക്കരുത്. ഇനി നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ കോളനിയിൽ ഇനി ആൾക്കാരുണ്ടല്ലോ, നല്ല ലുക്കുള്ള. ആരാ ലുക്കുള്ളത്? ഞാൻ തന്നെ. നാടകം എഴുതി തീർന്നാ? തുടങ്ങിയില്ല. അതെന്ത് തുടങ്ങാത്ത? മര്യാദക്ക് നീ നാടകം എഴുതങ്ങോട്ട്. പിന്നെ 3:30 മണിക്ക് മുമ്പേ 1.5 മണിക്കൂർ നാടകം എനിക്ക് കിട്ടിയിരിക്കണം. അതിന് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നേ. ഡേ, നീ ആദ്യം നാടകം എഴുതി. നീ ഇപ്പൊ ഒന്നും കഴിക്കണ്ട. നാടകം എഴുതി തീർന്നിട്ടേ ഉള്ളൂ നിനക്ക് ഊണും പച്ചവെള്ളം എല്ലാം. എഴുത്. നിർത്ത്. പിന്നെ ഒരു കാര്യം, ആണുങ്ങൾ മാത്രമുള്ള നാടകമാണ്. നല്ല കോമഡി വേണം, കേട്ടല്ലേ? കോമഡി വേണമല്ലേ? നീ എഴുതി തീർത്തിയ നല്ല കോമഡി ഇല്ലെങ്കിൽ ദൈവത്തിനാണ് ഞാൻ ഇതെല്ലാം വലിച്ചേറി കളയും. എഴുതാം. എഴുത്. ഡേ, നീ ഒന്ന് എഴുതി തീർത്തിയ കൃത്യം 6 മണിക്ക് മുമ്പേ നാടകം എഴുതി എനിക്ക് തന്നിരിക്കണം, കേട്ടല്ലോ? എഴുതി തരാം. സമാനപ്പെട്. പിന്നെ ഒന്ന് നിർത്തിയ ഞാൻ ഒരു കാര്യം പറയാം. കോമഡി നാടകമാണ്, സീരിയസ് ആയിട്ട് എഴുതണേ. എന്റെ പൊന്നെണ്ണ, അണ്ണൻ പോ. അണ്ണൻ പോയി കഴിക്കാനുള്ള എന്താന്ന് വെച്ചാ കൊണ്ടുപോവാ. കഴിക്കാൻ തരാം, നീ എഴുത്. അതുപോലെ എനിക്ക് പറയാൻ വന്നാണ്. കർട്ടൻ വരുമ്പോൾ രംഗം ശൂന്യം. അതെ, അല്ലെങ്കിൽ വേണ്ട.